നമസ്കാരം ആർ പി. നമസ്കാരം. ഇന്ത്യ വളരെ സുരക്ഷിതമായി, അതായത് ഏതൊരു യുദ്ധ സാഹചര്യത്തിലും ഇന്ത്യ വളരെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇന്ത്യയുടെ LPG മേഖല, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിച്ചു. ആ രീതിയിൽ ഇന്ത്യ പല സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന്, അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്ന്, അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയും ഇന്ത്യ ഗ്യാസ് ഇറക്കുമതി ചെയ്യുവാൻ, LPG ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഓയിൽ പ്രതിസന്ധികളൊന്നും തന്നെ ഇന്ത്യയിലില്ല. നേരെ മറിച്ച് മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാകിസ്ഥാൻ, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ സ്ഥിതി അതീവ രൂക്ഷമായിട്ട് തുടരുകയാണ്. 200% മുകളിലാണ് അവിടുത്തെ ഒരു ഓയിൽ ഹൈക്ക് വന്നിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് മതിയായ രീതിയിലുള്ള സോളാർ എനർജിയോ മറ്റ് ഇലക്ട്രിക് എനർജീസോ ഒന്നും പാകിസ്ഥാനിൽ വളരെ നല്ല രീതിയിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതീവ രൂക്ഷമായ സ്ഥിതിയിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോയി. തീവ്രവാദ പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ്, അപ്പം ഇവിടെ ഇന്ത്യൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം വല്ലാത്ത അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളൊന്നും ഇവർ കാണുന്നില്ലേ എന്നുള്ളതാണ് നമ്മുടെ. തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിക്കേണ്ടതാണ്. ഇന്ത്യയിലും പ്രതിസന്ധി ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലെ ഒരു എന്തുണ്ടായാലും അത് ഭാരതത്തെ ബാധിക്കും. അത്രയും അധികം പ്രവാസികളുണ്ട്, നമുക്ക് ഓയിൽ ഇമ്പോർട്ടുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ടുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും അത് ഭാരതത്തെയും ബാധിക്കും. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇപ്പോൾ താങ്കൾ പാകിസ്ഥാനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസം അടിസ്ഥാനപരമാണ്. അടിസ്ഥാനപരമായിട്ട് തന്നെ അതിശക്തമായ ഒരു ഘടന നമുക്കുണ്ട്, ഒരു ബേസ് നമുക്കുണ്ട്. അതിപ്പോൾ കോവിഡ് വന്നാലും ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഒരു പരിധിക്കുള്ളിൽ ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, നമ്മുടെ രാജ്യം നേടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സെൽഫ് റിലയൻസിൻ്റെ ഒരു സ്വയം പര്യാപ്തതയുടെ ഒരു പോളിസി, അത് പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ആ ഒരു പോളിസി, ഇവിടെ തന്നെ ഉൽപ്പാദനം, ഇവിടെ തന്നെ അത് സംബന്ധിച്ച ഗവേഷണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സ്വയം പര്യാപ്തത നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു മറ്റൊരു മേഖലയിൽ നടക്കുന്ന യുദ്ധം നമ്മളെ അത്രയ്ക്ക് ബാധിക്കുന്നില്ല. ഷോക്കുണ്ട്, പക്ഷേ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള സംവിധാനവും ഒരു പരിധി വരെ ഇവിടെയുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലുണ്ടായ ഈ യുദ്ധം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ അടിമുടി ഉലച്ചിരിക്കുകയാണ് എന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം രാഷ്ട്രീയമായി, സാമ്പത്തികമായി, പ്രതിരോധപരമായി ഒക്കെ പാകിസ്ഥാനെ വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഒരു യുദ്ധം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയപരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ട് തന്നെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. ആ ഷിയാക്കളെ അവിടെ പാകിസ്ഥാൻ മുസ്ലിങ്ങളായിട്ട് പോലും അംഗീകരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അല്ലെങ്കിൽ അവരെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് അവരെ കാണുന്നത്. എന്തായാലും അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ പട്ടാള മേധാവി കഴിഞ്ഞ 20-ാം തീയതിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഷിയ മുസ്ലിങ്ങളുടെ മത നേതാക്കന്മാരെ കാണുകയും അവർക്ക് കൃത്യമായ വാണിംഗ് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഭാരതത്തിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല, ഇവിടെ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റും ഉണ്ടാവും. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഷിയ നേതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഷിയ ആണ്, പക്ഷേ നിങ്ങൾ പാകിസ്ഥാനിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ഷിയ ആണ് എന്ന പേരിൽ നിങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ ഇടമുണ്ടാവില്ല, നിങ്ങളൊക്കെ ഇറാനിൽ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേ കാര്യം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഇന്ത്യയുടെ ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പുകിലായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ പട്ടാള മേധാവി ആയതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല. അതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇരട്ടത്താപ്പ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. അതിനപ്പുറം ഇത് പാകിസ്ഥാനിൽ വലിയ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഖമനയി മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ, അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ തന്നെ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും പാകിസ്ഥാനിലെ രാഷ്ട്രീയമായിട്ട്, ആഭ്യന്തരമായിട്ട് ഇതൊരു വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയൊരു ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുകളിലാണ് മറ്റ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. തീർച്ചയായും ആപ്പി പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാൻ എന്ത് ചെയ്താലും നമുക്ക് ഇവിടെ പ്രശ്നം. കാരണം നേരെ അഫ്ഗാനിസ്ഥാനിൽ ഒരു ആക്രമണം നടത്തി, അവിടെ ഹോസ്പിറ്റലിന് നേരെ ആക്രമണം നടത്തി, അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയതിന് ശേഷം പോലും ഇവിടെ നിന്ന് യാതൊരു മിണ്ടാട്ടമില്ല. നേരെ മറിച്ച് ഇത് ചെയ്തത് ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ചോദ്യം ഉണ്ടാകും, എന്താണ് ഈ. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ, ഇതിപ്പോൾ ജനങ്ങൾക്ക് ഈ ഇരട്ടത്താപ്പ് മനസ്സിലാവുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ഈ ഇരട്ടത്താപ്പ് മനസ്സിലാവുന്നുണ്ട്. അതായത് മറുവശത്ത് ആരാണ് ആക്രമണകാരി, ആരാണ് എന്ന് നോക്കിയ ശേഷം മാത്രം നിലപാടെടുക്കുകയാണ്. ഇപ്പോൾ സിവിലിയൻ മേഖലയിൽ ആക്രമണം നടക്കുന്നുണ്ട്,
സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെടുന്ന തരത്തിലുള്ള സ്കൂളുകളിൽ ആക്രമണം നടക്കുന്നുണ്ട്, ആശുപത്രികളിൽ ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം എതിരെ സമാനമായി സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മറുവശത്ത് ആരാണ് എന്ന് നോക്കി മാത്രം പ്രതികരിക്കുന്നവരുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പം ഹരി പറഞ്ഞ ഇതിനപ്പുറം ഉള്ള വേറെ പ്രശ്നങ്ങൾ പാകിസ്ഥാനുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാൻ ചർച്ച ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പാകിസ്ഥാനിലെ പ്രശ്നം അതിരൂക്ഷമാണ്. പക്ഷേ എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ എന്ന രാജ്യത്തുണ്ടാകുന്ന അസ്ഥിരത, നമ്മളുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുണ്ടാകുന്ന ഒരു രാജ്യത്തിനുണ്ടാകുന്ന അസ്ഥിരത നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ചും ആ രാജ്യം ഒരു രാഷ്ട്രമാണ്. മതരാഷ്ട്രം മാത്രമല്ല, ഒരു ആണവ ശക്തി കൂടിയാണ്. അവിടെ മതഭ്രാന്തന്മാർ ഇഷ്ടം പോലുണ്ട്. ഇന്ത്യ വിരുദ്ധരാണ് 99%. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യം അസ്ഥിരമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും. കാരണം ഏത് സമയത്ത് വേണോ, ഇപ്പോൾ ഈ അസ്ഥിരത ഉണ്ടായപ്പോൾ തന്നെ അവർ ആദ്യം പദ്ധതി ഇട്ടത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനാണ്. 300 പേരിലധികം വരുന്ന ലഷ്കർ ഭീകരന്മാർക്ക് അവിടെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. സമുദ്രമാർഗേണയുള്ള ഒരു ആക്രമണത്തിന്, ഒരു മുംബൈ മോഡൽ. ഇത് ഭീകരവാദികൾ മാത്രമല്ല, മുംബൈ മോഡൽ ഹരി പറഞ്ഞത് ശരിയാണ്, അത് പൂർത്തീകരിക്കണം. അത് മാത്രമല്ല, ഇത് നയതന്ത്ര രംഗത്തും വലിയ ആൾക്കാരൊക്കെ ഇതാ പറയുന്നത്. കഴിഞ്ഞ ദിവസം അബ്ദുൾ ബാസിത്ത്, അതായത് ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധിയായിരുന്നു, ഇന്ത്യയിലെ അംബാസഡറായിരുന്നു, ഇന്ത്യയിലെ പല ഉദ്യോഗസ്ഥന്മാരുമായിട്ടും രാഷ്ട്രീയക്കാരുമായിട്ടും വലിയ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഈ പറയുന്ന അബ്ദുൾ ബാസിത്ത്. ഈ അബ്ദുൾ ബാസിത്ത് പറയുകയാണ്, അമേരിക്ക പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് ഈ യുദ്ധത്തിൻ്റെ മറവിലെങ്കിൽ നമ്മൾ ഉടൻ മുംബൈയെയും ദില്ലിയെയും ആക്രമിക്കണമെന്ന്. ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു വലിയ നേതാവായ അവിടെ അറിയപ്പെടുന്ന ഒരാളുടെ മനസ്സിലിരിപ്പ് ഇതാണെങ്കിൽ അവിടുത്തെ ഭീകരന്മാരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലുണ്ടാകുന്ന ഏത് ചലനവും നമുക്ക് പ്രാധാന്യമുള്ളതാവും. തീർച്ചയായിട്ടും. അത് വളരെയധികം, അതായത് ഈ 300 പേരടങ്ങുന്ന ലഷ്കർ ഭീകരന്മാർക്കാണ് അവർ ട്രെയിനിങ് കൊടുത്തത്. ആ ട്രെയിനിങ് കൊടുത്തിട്ട് കടൽ മാർഗം വഴിയുള്ള ഒരു ആക്രമണത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് മാത്രമല്ല, ഏകദേശം 5000-ഓളം ആൾക്കാരെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള വലിയ സജ്ജീകരണങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു എന്ന് ഈ അടുത്ത ഇടെയാണ് വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പാകിസ്ഥാൻ ഇപ്പം ഈ പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇനി കടം ഒരിടത്തുനിന്നും തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. IMF നിന്ന് കടം കൊടുക്കില്ല, തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കടം തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക രംഗം വളരെയധികം താഴോട്ട് പോയിരിക്കുന്നു. അതോടൊപ്പമാണ് ഈ ഊർജ്ജ പ്രതിസന്ധി പാകിസ്ഥാനിൽ നേരിടുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ സോളാർ കണക്ഷൻസോ സോളാർ സിസ്റ്റമോ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ വിൻഡിൽ നിന്ന്, കാറ്റിൽ നിന്ന് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഊർജ്ജം നേടിയെടുക്കാനുള്ള മറ്റു സജ്ജീകരണങ്ങളൊന്നും പാകിസ്ഥാനില്ല. അതിനൊക്കെ വളരെയധികം ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അത്തരമൊരു ഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഊർജ്ജ പ്രതിസന്ധി അതീവ രൂക്ഷമാണ്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാശും പാകിസ്ഥാനിലില്ല. സർക്കാർ ഓഫീസുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്, വിദ്യാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ അതീവ രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രത്യാഘാതം പ്രതിരോധ രംഗത്തും പാകിസ്ഥാൻ ഒരു വലിയ പ്രശ്നത്തിലാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു വലിയ ഡിഫൻസ് പ്രതിരോധ പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അവർ തമ്മിലൊരു പ്രതിരോധ കരാർ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ കരാറും ഇപ്പോൾ പ്രതിസന്ധിയിലായി. കാരണം സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടിട്ടും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പാകിസ്ഥാൻ്റെ വിശ്വാസ്യത അവിടെ ഇല്ലാതാകുകയാണ്. സൗദിയെ പണക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ഇറാനെ പണക്കാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഒരു 900 കിലോമീറ്റേഴ്സിൻ്റെ അതിർത്തിയുണ്ട്. അപ്പോൾ ഇറാനെ പിണക്കാൻ പറ്റില്ല. മറുവശത്ത് സൗദി അറേബ്യയെ പിണക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറം നിൽക്കുന്ന അമേരിക്കയെ പിണക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ചുറ്റി വരിയപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധവും. പാകിസ്ഥാൻ അതിർത്തിയിൽ വലിയ തോതിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതൊന്നും ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ ഇതൊന്നും നേരിടാനുള്ള സാമ്പത്തിക സ്രോതസ്സോ ഇതൊക്കെ നേരിടാനുള്ള ശക്തിയോ ഇല്ല. വെറും നാക്കും ഇന്ത്യ വിരോധവും മാത്രം വെച്ച് നടക്കുകയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വവും പാകിസ്ഥാനിലെ സൈനിക നേതൃത്വവും. അതോടൊപ്പം തന്നെ ഭാരതത്തിനുള്ളിലിരുന്നു കൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർ, പാകിസ്ഥാനാണ് ശരിയെന്ന് പറയുന്നവർ, അവരോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ: ഈ മാറി വരുന്ന ആഗോള കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിലെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിയുക. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സമാധാനത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ
ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഈ സൗത്ത് ഏഷ്യയിലെ ഭാരതം എന്ന ഈ രാജ്യം. ആ സത്യം എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നോ പലരുടെയും വലിയ കൺഫ്യൂഷൻസ് മാറുകയും ചെയ്യും. ആ കൺഫ്യൂഷൻ മാറാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഒരു പക്ഷേ ഈ യുദ്ധം സാധ്യമാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കണക്കാക്കേണ്ടത്. ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കുവാനായിട്ട് ആർപി പറഞ്ഞതുപോലെ ഇവർക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.